പറഞ്ഞിരുന്നില്ലേ അങ്ങ് ഉചിതമായ ദിശയിലൂടെ തന്നെ നമ്മുടെ രഥത്തെ നയിക്കുന്നതാണെന്ന്? അങ്ങ് നമ്മുടെ ആത്മാവിന്റെ സാരഥിയായി മാറിയാലും നമ്മുടെ ജീവിതത്തെ ഉചിതമായ മാർഗത്തിലേക്ക് നയിച്ചാലും മാധവ, അങ്ങയുടെ ജ്ഞാനം ലഭിച്ചാൽ നമുക്ക് ഈ ദൗർബല്യങ്ങളെ അതിജീവിക്കാനാവും മാധവ. എഴുന്നേൽക്കു പാർത്ഥ. നാം പറയുന്നത് ശ്രവിച്ചാലും ജീവിതത്തിന്റെ രഹസ്യം മനസ്സിലാക്കൂ. പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് നീ അറിയേണ്ടിയിരിക്കുന്നു പാർത്ഥ. ഗംഗയുടെ പ്രവാഹത്തിൽ നിന്ന് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ജലമെടുക്കുവാൻ പ്രയത്നിച്ചാൽ യാതൊന്നും പ്രാപ്തമാവുകയില്ല. എന്നാൽ നമ്മുടെ കൈത്തലം ഒരു കുമ്പിളാക്കി മാറ്റിക്കൊണ്ട് ഗംഗാപ്രവാഹത്തിൽ താഴ്ത്തുകയാണെങ്കിൽ ആ ഗംഗാജലം മുഖം വരെ എത്തിക്കുവാൻ സാധിക്കും. സ്വയം ചിന്തിക്കൂ പാർത്ഥ. അഹങ്കാരത്തിന്റെ ചുരുട്ടിയ മുഷ്ടികളാണോ അതോ സമർപ്പണത്തിന്റെ കൈക്കുമ്പിളാണോ നീ ആഗ്രഹിക്കുന്നത്? ഈ ജ്ഞാനം ഗ്രഹിക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ഈ പ്രപഞ്ചമെന്നാൽ എന്താണ് പാർത്ഥ? മാനവർ, ദാനവർ, പക്ഷിജാലങ്ങൾ, ജന്തുക്കൾ, കീടങ്ങൾ, മത്സ്യങ്ങൾ, വൃക്ഷങ്ങൾ, ഇവയെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഏതെല്ലാം പദാർത്ഥങ്ങളിൽ നിന്നുമാണ് ഇവ ജന്മമെടുക്കുന്നത്? ഇവ ജനിക്കുന്നത് എങ്ങനെയാണ്? ഇവ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഇവയെല്ലാം മൃത്യു വരിക്കുന്നത് എങ്ങനെയാണ്? മൃത്യുവിന് ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഈ രഹസ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. മനുഷ്യന്റെ ദേഹം മണ്ണുകൊണ്ട് നിർമ്മിതമാണ് വാസുദേവ. ജലം അതിൽ രക്തരൂപത്തിൽ പ്രവാഹം നടത്തുന്നു. അഗ്നിയാൽ ദേഹത്തിന് താപമാനം ലഭിക്കുന്നു. അതുപോലെ ദേഹത്ത് ഹൃദയസ്ഥാനത്ത് ആകാശം പ്രകടമാകുന്നു. അതായത് ഭൂമി, വായു, ജലം, അഗ്നി, ഒടുവിൽ ആകാശം. ഈ പഞ്ചമഹാഭൂതങ്ങളാലാണ് ശരീരം നിർമ്മിതമായിരിക്കുന്നത്. അതിനർത്ഥം മഹാമയനും ഗുരുദ്രോണരും പൃഥ്വി, ജലം, വായു, അഗ്നി, ആകാശം എന്നിവയെക്കാളൊന്നും ഉപരിയായവരല്ല. ധർമ്മജ്ഞാനികളും പഞ്ചമഹാഭൂതങ്ങളുടെ സൃഷ്ടിയാണ്. അധർമ്മജ്ഞാനികളും ഇപ്രകാരം തന്നെ. എങ്കിൽ പിന്നെ നീ ആരെയാണ് മോഹിക്കുന്നത് പാർത്ഥ? മണ്ണിനെയാണ്. എന്നാൽ വാസുദേവ, മണ്ണുകൊണ്ട് നിർമ്മിതമായ ഈ ദേഹത്താൽ തന്നെയാണല്ലോ മനുഷ്യൻ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുന്നത്. എല്ലാ ബന്ധങ്ങളും ഈ മണ്ണുകൊണ്ടുള്ള ശരീരം കൊണ്ട് തന്നെയല്ലേ? അങ്ങനെയല്ല പാർത്ഥ. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ മൃത്യുവിന് ശേഷം നാം ദേഹത്തെ നശിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പാർത്ഥ? വാസ്തവത്തിൽ മനുഷ്യരെ തിരിച്ചറിയുന്നത് അവരുടെ ദേഹത്തിലൂടെയല്ല. അതുപോലെ ബന്ധങ്ങളുടെ ആധാരവും അവരുടെ ദേഹത്തിലൂടെയല്ല നിശ്ചയിക്കുന്നത്. മനുഷ്യരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും അവരുടെ കർമ്മങ്ങളുമാണ് അവരെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഈ സ്വഭാവവും പെരുമാറ്റവും പ്രവൃത്തികളും എങ്ങനെ നിർമ്മിക്കപ്പെട്ടുവെന്ന് നീ ആദ്യം മനസ്സിലാക്കണം പാർത്ഥ. മനുഷ്യന്റെ ജീവൻ കേവലം 20 ദൃശ്യവും അദൃശ്യവുമായ പദാർത്ഥങ്ങളുടെ സംഗമമാണ് പാർത്ഥ. എന്നാൽ പലപ്പോഴും ഓരോ മനുഷ്യന്റെയും സ്വഭാവവും പ്രവൃത്തികളും വ്യത്യസ്തമാണെന്നും പ്രതീതമാകുന്നുണ്ട്. അതിനുള്ള കാരണം സൃഷ്ടിയിലെ 3 ഗുണങ്ങളാണ്. തമോ ഗുണം, രജോ ഗുണം, മൂന്നാമതായി സത്വഗുണം. ഈ 3 ഗുണങ്ങളും എന്താണ് മാധവ? തമസ് എന്ന വാക്കിനർത്ഥം അന്ധകാരം എന്നാണ്. നന്മയേതെന്നും തിന്മയേതെന്നും ചിന്തിക്കാതെ ജീവിതം നയിക്കുന്നതിനെയാണ് തമോ ഗുണ പെരുമാറ്റം എന്ന് പറയുന്നത്. ഇപ്രകാരമാണ് പക്ഷിമൃഗാദികൾ ജീവിക്കുന്നത്. ശാരീരികമായ ഇച്ഛകൾ പൂർത്തീകരിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. സത്വം എന്നതിനർത്ഥം എന്താണെന്നാൽ ജ്ഞാനമാകുന്ന പ്രകാശമാണത്. ഒരു വ്യക്തി എല്ലാ പരിതസ്ഥിതിയിലും സത്യവും ധർമ്മവും പാരമ്പര്യവുമെല്ലാം ചിന്തിച്ചുകൊണ്ട് പെരുമാറുകയാണെങ്കിൽ അതിനെയാണ് സാത്വിക ജീവിതം എന്ന് പറയുന്നത്.
ഈ രണ്ട് ഗുണങ്ങളുടെയും മധ്യത്തിലുള്ള വ്യക്തികളെല്ലാം ജ്ഞാനം പ്രാപ്തമാക്കിയവരാണെങ്കിലും ശാരീരികവും മാനസികവുമായ ആഗ്രഹങ്ങളിൽ ബന്ധനസ്ഥരുമായിരിക്കും പാർത്ഥ. ഇത്തരത്തിലുള്ള മനുഷ്യർ രജസ്, അതായത് അഹങ്കാരപൂർണമായ മനസ്ഥിതിയുമായാണ് ജീവിക്കുന്നത്. തമസിന്റെയും രജസിന്റെയും സാത്വിക ഗുണങ്ങളുടെയും കൂടിയും കുറഞ്ഞുമുള്ള സംഗമത്തിലൂടെയാണ് മനുഷ്യരുടെ സ്വഭാവം രൂപപ്പെടുന്നത്. മുൻപിലേക്ക് ദർശിക്കൂ പാർത്ഥ. ഇവരിലെല്ലാം നിനക്ക് ദർശിക്കുവാൻ സാധിക്കുന്ന ഗുണം ഏതാണ്? യുവരാജാവ് ദുര്യോധനൻ ധർമ്മജ്ഞാനമുള്ളവനാണ്. എന്നാൽ അദ്ദേഹം അത് പാലിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആധാരം അഹങ്കാരമാണ്. അതായത് അദ്ദേഹത്തിൽ തമോ ഗുണം കുറവും രജോ ഗുണം അധികവുമാണ്. സാത്വിക ഗുണമാണെങ്കിൽ പൂർണ്ണമായുമില്ല. ആ ദിശയിൽ നിൽക്കുന്ന രാജകുമാരൻ ദുശാസനൻ, അദ്ദേഹം സദാ തന്റെ ജ്യേഷ്ഠന്റെ ആജ്ഞകൾ പാലിച്ചുകൊണ്ടിരിക്കുന്നു, അതും വീണ്ടും വിചാരമില്ലാതെ. അതായത് അദ്ദേഹത്തിൽ തമോ ഗുണം മാത്രമേ ഉള്ളൂ. മഹാമയനെയും ദർശിക്കൂ പാർത്ഥ. സാത്വിക ഗുണത്തോടൊപ്പം തമോ ഗുണവും സംഗമിച്ചിരിക്കുന്നു. അഹങ്കാരം തെല്ലുമില്ല. എന്നാൽ പുരാതന ധർമ്മത്തിലും പുരാതനമായ പാരമ്പര്യത്തിലും പ്രതിജ്ഞയിലുമെല്ലാം ബന്ധനസ്ഥനാണ് അദ്ദേഹം. ആവശ്യകത ഉണ്ടാവുകയാണെങ്കിൽ പോലും അദ്ദേഹം സ്വന്തം പ്രതിജ്ഞകൾ ലംഘിക്കാറില്ല. ഗുരു ദ്രോണരെ ദർശിക്കൂ. ജ്ഞാനവും അഹങ്കാരവുമുള്ള വ്യക്തിയാണ് അദ്ദേഹം. ജ്ഞാനം മനുഷ്യർക്ക് മുക്തി പ്രദാനം ചെയ്യുന്നതാണ്. എന്നാൽ ഗുരു ദ്രോണരുടെ അഹങ്കാരം അദ്ദേഹത്തിന് മുക്തി പ്രദാനം ചെയ്യുകയില്ല. അങ്ങനെയാണെങ്കിൽ മാധവ, ഇപ്രകാരം എല്ലാ മനുഷ്യരുടെയും സ്വഭാവ സവിശേഷത ഈ മൂന്ന് ഗുണങ്ങളുടെയും സമ്മിശ്രമാണെങ്കിൽ എല്ലാ മനുഷ്യരുടെയും സ്വഭാവം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെന്നല്ലേ? സിംഹം മാനിനെ ഭക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് മാനാണെങ്കിൽ സിംഹത്തെ ജന്മനാ ഭയക്കുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ ധർമ്മത്തിന് എന്തിനത്ര പ്രശംസ? അപരാധത്തിന് എന്തിനാണ് ഈ ശിക്ഷ? അതിനെല്ലാമുള്ള കാരണം എന്താണ്? ഉത്തമമായ ചോദ്യമാണിത് പാർത്ഥ. സർവപ്രഥമമായി മനുഷ്യൻ ആരാണെന്ന കാര്യം നീ മനസ്സിലാക്കൂ പാർത്ഥ. മനുഷ്യർ പഞ്ചമഹാഭൂതങ്ങൾ മാത്രമല്ല, പഞ്ചപദാർത്ഥങ്ങളുമല്ല. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം പോലെയുള്ള തീക്ഷ്ണമായ ഘടകങ്ങളുടെ സംഗമവുമല്ല. മനുഷ്യർക്ക് ചലിക്കുവാനും നടക്കുവാനും മാത്രമല്ല, പ്രവൃത്തികൾ ചെയ്യുവാനും ശക്തിയുടെ ആവശ്യകത ഉണ്ടാകുന്നതാണ്. ഈ ശക്തിയെയാണ് ചേതന എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാധവ, മനുഷ്യന് ഇവയുടെയെല്ലാം ചേതനയാണോ? അല്ല പാർത്ഥ. മനുഷ്യരുടെ ചേതനയോടൊപ്പം തീക്ഷ്ണമായ ഘടകങ്ങൾ സംഗമിക്കുമ്പോൾ അതിന്റെ നാമം പ്രകൃതി എന്നാണ്. 24 വസ്തുക്കളാൽ നിർമ്മിതമായ മനുഷ്യനെന്ന നാമമുള്ള ജഡത്തിൽ വസിക്കുന്നത് പുരുഷനാണ്. അതായത് പരമാത്മാവിന്റെ അംശം. അതിനെയാണ് ആത്മാവെന്ന് പറയപ്പെടുന്നത്. പ്രകൃതിയും പുരുഷനും സംഗമിക്കുന്ന സമയത്താണ്, അഥവാ പരമാത്മാവിന്റെ അംശം ആത്മാവായി ദേഹത്തിൽ വസിക്കുവാൻ തുടങ്ങുമ്പോഴാണ് മനുഷ്യരിൽ ജീവൻ ജന്മമെടുക്കുന്നത്. ആത്മാവെന്നാൽ എന്താണ് മാധവ? അതിനെ അറിയുവാനുള്ള ഉപായം എന്താണ്? മനുഷ്യർ രഥം ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ആത്മാവ് ശരീരമെന്ന നാമമുള്ള ഈ യന്ത്രം ഉപയോഗിക്കുന്നത്. ശരീരത്തിന്റെ മാധ്യമത്തിലൂടെ ശാരീരികമായ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ആത്മാവെന്നാൽ ഒരിക്കലും ശരീരമാവുകയില്ല പാർത്ഥ. ശരീരത്തെ നശിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്, എന്നാൽ ആത്മാവിനെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. നയനം ചിന്തന്തി ശസ്ത്രാണി നയനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത. ആത്മാവിനെ ശസ്ത്രങ്ങളാൽ ഛേദിക്കുവാൻ സാധിക്കുകയില്ല. ഒരിക്കലും അഗ്നിക്കിരയാക്കുവാനും സാധിക്കുകയില്ല. ജലത്തിന് ആത്മാവിനെ അലിയിക്കുവാൻ കഴിയില്ല. പവനൻ ആത്മാവിനെ ശോഷിപ്പിക്കുവാനും സാധിക്കുകയില്ല. ആത്മാവ് വസിക്കുന്നത് നശ്വരമായ ശരീരത്തിലാണെങ്കിലും
അതിന് അമരത്വമുണ്ട്. ന ഹന്യതേ ഹന്യമാനേ ശരീരേ. പാർത്ഥ, ശരീരത്തിന്റെ അന്ത്യം കുറിക്കുവാൻ സാധിക്കും, എന്നാൽ ആത്മാവിന്റെ അന്ത്യം കുറിക്കുവാൻ ഒരിക്കലും നമുക്ക് സാധിക്കുന്നതേയല്ല. ആത്മാവ് സർവവ്യാപിയാണ്, അചഞ്ചലമാണ്, സ്ഥിരമാണ്, സനാതനവുമാണ്. പഴയ വസ്ത്രങ്ങൾ ത്യജിച്ചുകൊണ്ട് മനുഷ്യൻ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഇപ്രകാരം തന്നെ ആത്മാവ് പഴയ ശരീരം ഉപേക്ഷിച്ചുകൊണ്ട് നിരന്തരം പുതിയ ശരീരം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും മാധവ, നാം ഈ ജഗത്തിന്റെ സ്പന്ദനങ്ങൾ നമ്മുടെ ശരീരത്തെ മാധ്യമമാക്കിയാണ് അനുഭവിക്കുന്നത്. സ്വന്തം ദേഹത്തെ അറിയുന്നതിലുപരിയായി നാം എങ്ങനെയാണ് നമ്മുടെ ആത്മാവിനെ അറിയുന്നത്? സ്വയം നാം നമ്മുടെ ആത്മാവിനെ അറിയുക എന്നത് അസംഭവ്യമായ കാര്യമല്ല പാർത്ഥ. അന്ധനും ഇവിടെ ജീവിക്കുന്നുണ്ട്, മൂകനും ഇവിടെ ജീവിക്കുന്നുണ്ട്, മറ്റംഗവൈകല്യങ്ങൾ ഉള്ളവർക്കും ഇവിടെ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ട്. വെറും ശരീരം മനുഷ്യനല്ലെന്നത് വ്യക്തമാണ്. അതിലെ ചേതന അകന്നു പോകുന്നതാണ്. മോഹാലിസപ്പെടുന്നവർക്കും വീണ്ടും ജീവിക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്: മനുഷ്യരിലെ ചേതന തത്വവും തീർച്ചയായും ശരീരമല്ല. ഇതേ പ്രകാരം ഒരു വ്യക്തി തന്റെ അന്തരംഗത്തിൽ അന്വേഷണം നടത്തിയതിനു ശേഷം നാം ഇന്ദ്രിയങ്ങളല്ല, ശരീരമല്ല, ഭാവനകളുമല്ല, വിചാരങ്ങളുമല്ല, ജ്ഞാനവും വിജ്ഞാനവും നാമല്ല എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവർ അവസാനം സ്വന്തം സത്ത എന്നാൽ ആത്മാവാണെന്ന സത്യം തിരിച്ചറിയുന്നതായി. ആത്മാവിന്റെ കർമ്മം എന്താണ് മാധവ? പരബ്രഹ്മത്തിന്റെ വിഭജനം സംഭവിച്ചപ്പോൾ അത് പുരുഷനും പ്രകൃതിയുമായി വിഭജിക്കപ്പെട്ടു. പരമാത്മാവിന്റെ അംശമായി പുരുഷൻ ആത്മാവിന്റെ രൂപമായി പരിണമിച്ചുകൊണ്ട് പ്രകൃതിയുടെ ഓരോരോ വസ്തുക്കളിലും വസിക്കുവാൻ ആരംഭിച്ചു. ഈ ആത്മാവിനെ മോഹവും അന്ധകാരവും വലയം ചെയ്തിരിക്കുകയാണ് പാർത്ഥ. ആ മോഹനിദ്രയിൽ നിന്നുണർന്നുകൊണ്ട് സ്വന്തം സത്ത എന്നാൽ പരമാത്മാവിന്റെ അംശമാണെന്ന് തിരിച്ചറിയുന്നത് തന്നെയാണ് ആത്മാവിന്റെ കർത്തവ്യവും ഉദ്ദേശവും ജീവിതത്തിലെ പരമമായ കർമ്മവും. എന്നാൽ മാധവ, എല്ലാ ആത്മാവിലും പരമാത്മാവിന്റെ അംശമുണ്ടെങ്കിൽ കർമ്മങ്ങളിലെ ധർമാധർമ്മങ്ങൾക്ക് പിന്നിലും പരമാത്മാവ് തന്നെയാണോ പ്രവർത്തിക്കുന്നത്? ഒരു രത്നം പൂഴിയിൽ പുതഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് തിളങ്ങുകയില്ല. ഇതേ പ്രകാരം പ്രകൃതിയുടെ 24 പദാർത്ഥങ്ങളിൽ പുതഞ്ഞു കിടക്കുന്ന ആത്മാവ് പരമാത്മാവിന്റെ അംശമാണെന്ന കാര്യം വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. ഭൂരിഭാഗം ആത്മാക്കളും തങ്ങളുടെ ദേഹത്തെയാണ് സർവോപരി മാനിക്കുന്നത്. സത്തയും ദേഹവും ഭിന്നമാണെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിന് സുഖവും ദുഃഖവും സ്വാദും ഗന്ധവുമെല്ലാം അനുഭവിക്കുവാൻ സാധിക്കുന്നു. അതിനെ നാം സ്വന്തം അനുഭവമായി മനസ്സിലാക്കുന്നു. പരിവർത്തനമുണ്ടാക്കുവാൻ നാം പ്രയത്നിക്കുന്നത് പോലുമില്ല. പരിവർത്തനത്തിന് പ്രയത്നിക്കുവാൻ തയ്യാറാകാത്ത ആത്മാക്കൾ നിരന്തരം അധർമ്മം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവരെ ഉണർത്തുന്നതിനു വേണ്ടി അവർക്ക് ശിക്ഷ നൽകേണ്ടത് അനിവാര്യമാണ്. നീയും ഈ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതാണ്. നീയൊരു ശരീരമല്ല പാർത്ഥ, നീയൊരു ആത്മാവ് മാത്രമാണ്. ഈ രണഭൂമിയിൽ നിനക്ക് ദർശിക്കുവാൻ കഴിയുന്ന എല്ലാ യോദ്ധാക്കളും ഒരിക്കലും നീ അംഗീകരിക്കുന്ന വ്യക്തികളല്ല. കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രം ശരീരത്തിൽ വസിക്കുന്നവരാണ് ഇവരെല്ലാം. ഇവരുടെ ശരീരം മൃത്യുവരിക്കും, എങ്കിലും ഇവരെല്ലാം അമരത്വമുള്ളവരാണ്. അവർ വീണ്ടും പുതിയ ശരീരം സ്വീകരിക്കുന്നതായിരിക്കും. സത്ത എന്നാൽ ദാഹിക്കുന്ന ആത്മാവാണെന്ന് തിരിച്ചറിയുന്നതുവരെയും അധർമ്മങ്ങളെയെല്ലാം പരിത്യജിച്ചുകൊണ്ട് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നതുവരെയും ആത്മാവ് ജന്മം എടുത്തുകൊണ്ടേയിരിക്കും, മൃത്യു സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതുതന്നെയാണ് ബ്രഹ്മവിദ്യയുടെ പുതിയ പാഠം പാർത്ഥ. ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മൃത്യുവും ഉണ്ടാകുന്നു. മൃത്യു വരിക്കുന്നവരെല്ലാം തീർച്ചയായും വീണ്ടും ജന്മമെടുക്കുമെന്നതും നിശ്ചയമാണ്. ഈ മഹാജ്ഞാനത്തെയാണ് സാംഖ്യയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ധർമ്മവും അധർമ്മവും എന്താണ് മാധവ?
ഏതു മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് മനുഷ്യർ സത്ത എന്നത് ആത്മാവാണെന്ന് തിരിച്ചറിയുന്നത്, പരമാത്മാവിന്റെ അംശം തന്നെയാണെന്ന് സ്വയം മനസ്സിലാക്കുന്നത്, ആ മാർഗത്തെയാണ് ധർമ്മം എന്ന് പറയുന്നത്. മനുഷ്യർ സത്ത എന്നത് പരമാത്മാവിന്റെ അംശമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഈ സൃഷ്ടി തന്നെയാണ് പരമാത്മാവെന്ന് അവർക്ക് സ്വയം അനുഭവപ്പെടുന്നതാണ് പാർത്ഥ. ഈ പരമാത്മാവ് തന്നെയാണ് സൃഷ്ടിയെന്നും തിരിച്ചറിയുന്നു. സൃഷ്ടിയും പരമാത്മാവും തമ്മിൽ യാതൊരു ഭേദവുമില്ല. ഇതെല്ലാം മനസ്സിലാക്കുന്ന മനുഷ്യർ മറ്റുള്ള മനുഷ്യരോടും ജീവജാലങ്ങളോടും ഒരിക്കലും നിർദ്ദയമായും ക്രൂരമായും പെരുമാറുകയില്ല. അവർ മറ്റൊരു യാഥാർത്ഥ്യം കൂടി അറിയില്ല. നാവ് ഛേദിക്കുകയാണെങ്കിൽ വേദന അനുഭവപ്പെടുന്നത് നാവിന് മാത്രമായിരിക്കുകയില്ല. അതിന്റെ തീവ്രമായ വേദന സമസ്ത ശരീരവും അനുഭവിക്കുന്നതായിരിക്കും. ഇപ്രകാരം തന്നെ ഒരു മനുഷ്യന് വേദനയുണ്ടാകുമ്പോൾ സമസ്ത പ്രപഞ്ചത്തിലെ മനുഷ്യരും അത് അനുഭവിച്ചറിയുന്നു പാർഥ. പ്രപഞ്ചത്തിൽ വേദന അനുഭവിക്കുന്നത് ഒരേ ഒരു മനുഷ്യനാണെങ്കിൽ പോലും അക്കാരണത്താൽ പ്രപഞ്ചത്തിലെ ആർക്കും സമ്പൂർണ്ണ സുഖം അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. അതറിയുന്ന നിമിഷം മനുഷ്യന്റെ മനസ്സ് കരുണാസാഗരമാകുമ്പോൾ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. മനുഷ്യരിൽ തമോ ഗുണത്തിന്റെ സ്വാധീനമുണ്ടാകുമ്പോൾ അവർ മറ്റുള്ള മനുഷ്യരുടെ അടുത്ത് ക്രൂരനും നിർദ്ദയനും സ്വാർത്ഥനുമായി തീരുന്നതാണ്. സ്വന്തം സുഖത്തിനു വേണ്ടി അവർ മറ്റുള്ളവരെ നിർദാക്ഷിണ്യം ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്യും. അവർക്ക് പരമാത്മാവിലേക്കുള്ള ദിശ മനസ്സിലാക്കുവാനും സാധിക്കുകയില്ല. അതായത് അധർമ്മം എന്നത് നമ്മെ പരമാത്മാവിൽ നിന്നും ദൂരേക്ക് നയിക്കുന്ന മാർഗത്തിന്റെ നാമമാണ്. അതായത് അധർമ്മം എന്നത് അജ്ഞാനത്തിന്റെ മറ്റൊരു നാമമാണല്ലേ? അങ്ങനെയെങ്കിൽ അജ്ഞാനികളോട് നാം ദയയല്ലേ പ്രകടിപ്പിക്കേണ്ടത് മാധവ? ശിക്ഷ നൽകേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അജ്ഞാനികൾ ജ്ഞാനത്തിന്റെ മൂല്യം മനസ്സിലാക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, ജ്ഞാനമാർഗത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുവാൻ പോലും തയ്യാറാകുന്നില്ലെങ്കിൽ, ശിക്ഷ തന്നെ അവർക്കുള്ള ദയയാകുന്നതാണ്. അതവർക്ക് മാത്രമുള്ളതല്ല, മറ്റുള്ളവരോടും കാണിക്കുന്ന കൃപയായിരിക്കും. സൃഷ്ടിയുടെ യാത്ര സദാ പരമാത്മാവിലേക്ക് തന്നെ ആകണമെന്നത് അനിവാര്യമാണ് പാർത്ഥ. എന്നാൽ പലപ്പോഴും വിപരീതമായ പരിതസ്ഥിതികൾ വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ അജ്ഞാനവും മോഹവും അധർമ്മവും വർദ്ധിക്കുന്നതായിരിക്കും. പ്രപഞ്ചത്തിൽ നിന്ന് ധർമ്മം അപ്രത്യക്ഷമാകുമോ എന്ന ഭയവും ഉത്ഭവിക്കാൻ തുടങ്ങുന്നു. പ്രപഞ്ചത്തിൽ നിന്നും ധർമ്മം അപ്രത്യക്ഷമാവുകയാണെങ്കിൽ കാരുണ്യവും നശിക്കുന്നതായിരിക്കും, അതോടൊപ്പം സത്യവും നശിക്കുന്നതായിരിക്കും. ഭാവി തലമുറകൾക്കിവിടെ ധർമ്മം പ്രാപ്തമാകണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഇന്ന് തന്നെ അധർമ്മികളെ നശിപ്പിച്ചുകൊണ്ട് ധർമ്മം പുനഃസ്ഥാപിക്കണമെന്നത് അനിവാര്യമാണ്. ഇന്നത്തെ അവസ്ഥയും ഇപ്രകാരമുള്ളത് തന്നെയാണ് പാർത്ഥ. ഇന്ന് ധർമ്മം സ്ഥാപിക്കേണ്ട കർത്തവ്യം നിന്റേതുമാണ്. അതുകൊണ്ട് ബലഹീനതകളെ പരിത്യജിക്കൂ. എന്നിട്ട് ഈ യുദ്ധത്തിനു വേണ്ടി തയ്യാറാകൂ പാർത്ഥ. എന്നാൽ നമുക്ക് ഹത്യ ചെയ്യേണ്ടതായി വരും മാധവ. നാം മൂലം ആരുടെയെങ്കിലും പ്രാണൻ നഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നമ്മിലുള്ള കരുണയ്ക്ക് നാശം സംഭവിക്കുകയല്ലേ ചെയ്യുക? ഇനി അഥവാ ധർമ്മത്തിന്റെ ആധാരം കരുണയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് അധർമ്മിയായി മാറുകയില്ലേ മാധവ? കർമ്മത്തിന് ബന്ധനങ്ങൾ നിശ്ചയമായും ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ കാരണങ്ങൾക്കൊരിക്കലും ബന്ധനമുണ്ടാവുകയില്ല പാർത്ഥ. നീ കർമ്മത്തിനും കാരണത്തിനും ഇടയിലുള്ള വ്യത്യാസം എന്താണെന്ന് നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. കർമ്മങ്ങൾക്കെല്ലാം കാരണമുണ്ട്, എന്നാൽ എല്ലാ കാരണങ്ങളും കർമ്മങ്ങളാകുന്നില്ല. കർമ്മം ചെയ്യുമ്പോഴെല്ലായ്പ്പോഴും അതിൽ ഫലത്തിന്റെ ആഗ്രഹവും കൂടി ചേർന്നിരിക്കുന്നതാണ്. മനുഷ്യനെപ്പോഴും സുഖവും സമ്പത്തും പ്രശംസയും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കർമ്മങ്ങൾ ഫലങ്ങളുമായി ബന്ധിക്കപ്പെട്ടതായിരിക്കും. ഒരു കർമ്മം നിർവഹിക്കപ്പെടുന്നത് ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിനെ സകാമ കർമ്മയോഗം എന്ന് പറയുന്നു. മറിച്ചൊരു കർമ്മം നിർവഹിക്കുന്നത് യാതൊരു ഫലവും പ്രതീക്ഷിക്കാതെയാണെന്നുണ്ടെങ്കിൽ അത് നിഷ്കാമ കർമ്മയോഗം എന്നറിയപ്പെടുന്നു.
ഇക്കാരണം കൊണ്ട് തന്നെയാണ് മനുഷ്യർക്ക് വീണ്ടും വീണ്ടും ജന്മമെടുക്കേണ്ടി വരുന്നത്. വാസ്തവത്തിൽ മനുഷ്യരെ ബന്ധിക്കുന്നത് അവരുടെ കർമ്മങ്ങളല്ല, ആ കർമ്മവുമായി ബന്ധപ്പെട്ട അവരുടെ ആഗ്രഹങ്ങളാണ് അവരെ ബന്ധിപ്പിക്കുന്നത്. അതെപ്രകാരമാണ് മാധവ? നീ ഈ യുദ്ധത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പരാജയപ്പെട്ടാൽ നിനക്ക് അതിഭയാനകമായ ദുഃഖമുണ്ടാകും. അങ്ങനെ ആ ദുഃഖം നിനക്ക് മറ്റൊരു കർമ്മത്തിനുള്ള പ്രേരണയായി മാറും. ആ കർമ്മത്തിനു വേണ്ടി നിനക്ക് മറ്റൊരു ജന്മമെടുക്കേണ്ടി വരും. അഥവാ നീ വിജയിക്കുകയാണെങ്കിൽ നിന്റെ അഹങ്കാരം വർദ്ധിക്കുന്നതായിരിക്കും. ആ അഹങ്കാരം നിന്നെ വിശ്വവിജയത്തിനു വേണ്ടി പ്രേരിപ്പിക്കുന്നതായിരിക്കും. നിന്നിലൂടെ പലരും സംഹരിക്കപ്പെടും. അതിന്റെ പാപം നിന്നെ ബന്ധനസ്ഥനാക്കും. ചിന്തിക്കൂ പാർത്ഥ, നിനക്ക് ഈ യുദ്ധത്തിൽ ഒരുപക്ഷേ വിജയത്തിനുള്ള മോഹമില്ലെങ്കിൽ, പരാജയപ്പെടുമോ എന്ന ഭയമുണ്ടാകുന്നില്ലെങ്കിൽ, ഈ യുദ്ധം അവസാനിക്കുമ്പോൾ നിനക്ക് സുഖം പ്രാപ്തമാകുമോ അതോ ദുഃഖം പ്രാപ്തമാകുമോ? സുഖവും പ്രാപ്തമാവുകയില്ല, ദുഃഖവും പ്രാപ്തമാവുകയില്ല. അതിനർത്ഥം നിന്റെ സുഖവും ദുഃഖവും പ്രത്യാശയും നിരാശയും അഹങ്കാരവും ഒന്നും ഈ യുദ്ധകാരണമായിരുന്നില്ല പാർത്ഥ. യുദ്ധത്തോടൊപ്പം തന്നെ നീ കുറച്ച് ആഗ്രഹങ്ങളും ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അവയായിരുന്നു എല്ലാറ്റിനും കാരണം. ഞാനീ പറഞ്ഞതെല്ലാം സത്യം തന്നെയല്ലേ പാർത്ഥ? സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തഥോ യുദ്ധായ യുജ്യസ്വ നൈവം പാപം അവാപ്സ്യസി. അതിനർത്ഥം സുഖദുഃഖങ്ങളെ സമമാണെന്ന് കരുതിക്കൊണ്ട് ലാഭം, ഹാനി, ജയപരാജയങ്ങൾ എന്നിവയെക്കുറിച്ച് ചിന്തിക്കാതെ തന്നെ നീ യുദ്ധം ചെയ്യുകയാണെങ്കിൽ കൗന്ദേയ, നിനക്കൊരിക്കലും പാപഭാരം ചുമക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. ഇതിനെയാണ് കർമ്മയോഗമെന്ന് പറയുന്നത്. ഈ സാങ്കത്യത്തിന്റെ ജ്ഞാനം പ്രാപ്തമാക്കുകയാണെങ്കിൽ അവനൊരു ശരീരമല്ലെന്നും കേവലം ഒരു ആത്മാവാണെന്നും അവൻ നിശ്ചയമായും മനസ്സിലാക്കുന്നതാണ്. ശരീരത്തിന്റെ അനുഭവങ്ങളും സുഖഭോഗങ്ങളുമെല്ലാം മൃത്യുവരിക്കുന്നതുവരെ മാത്രമാണ്. അതൊന്നും ഒരിക്കലും യാഥാർത്ഥ്യമല്ല, കേവലം ഒരു മായയാണത്. ഇവർക്ക് കർമ്മയോഗിയായി മാറുക എന്നതും സരളമായ കാര്യം തന്നെയാണ്. എന്നാൽ മാധവ, കർമ്മങ്ങളാൽ ബന്ധനം സുനിശ്ചിതമാണെങ്കിൽ സർവസ്വവും ത്യജിച്ചുകൊണ്ട് സന്യാസം സ്വീകരിക്കുന്നതല്ലേ ഉചിതം? ഈ ചിന്തയുടെ പരിണാമ ഫലമായാണ് ഇന്ന് ഈ യുദ്ധം അരങ്ങേറുന്നത് പാർത്ഥ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. സാത്വിക ഗുണങ്ങൾ മാത്രമുള്ളവർ, ധർമ്മജ്ഞാനം പ്രാപ്തമാക്കിയിട്ടുള്ളവർ കർമ്മരംഗം പരിത്യജിക്കുകയാണെങ്കിൽ അധർമ്മികളായ വ്യക്തികൾ മാത്രമായിരിക്കും ഈ പ്രപഞ്ചത്തെ നയിക്കുന്നത്. അന്ന് മഹാമയൻ ഭീഷ്മർ രാജ്യഭാരം പരിത്യജിക്കാതിരിക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് പ്രപഞ്ചത്തിൽ അധർമ്മം ഇത്രയും വർദ്ധിക്കുമായിരുന്നില്ല. നിന്റെ പിതാവന്ന് സന്യാസം സ്വീകരിക്കുവാൻ തീരുമാനിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് യുധിഷ്ഠിരൻ ജ്യേഷ്ഠൻ സുഖകരമായി രാജ്യം ഭരിക്കുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ പ്രജകൾക്ക് ന്യായധർമ്മങ്ങളുടെ ജ്ഞാനവും പ്രദാനം ചെയ്യുവാൻ കഴിയുമായിരുന്നു. ദുഃഖദായകമായ സത്യമാണിത് പാർത്ഥ. സാത്വിക ഗുണമുള്ള മനുഷ്യർക്ക് മാത്രമേ പ്രപഞ്ചത്തിന് നന്മ ചെയ്യുവാൻ സാധിക്കൂ. പക്ഷേ അവരെല്ലാവരും സന്യാസത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ജലം നീരാവിയായി മാറി മുകളിലേക്ക് ഉയരുന്നതാണ്. എന്നാൽ ചെളി അവിടെ തന്നെ അവശേഷിക്കുന്നതായിരിക്കും. ഇതേ പ്രകാരം സാത്വിക ഗുണമുള്ള സജ്ജനങ്ങൾ ലൗകിക ജീവിതത്തെ പരിത്യജിക്കുന്നു. തമോ ഗുണം നിറഞ്ഞ അധർമ്മികളായ വ്യക്തികൾ പ്രപഞ്ചത്തിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഈ കാരണവശാൽ പ്രപഞ്ചത്തിൽ പാപവും അധർമ്മവും വർദ്ധിക്കുന്നു. എന്നാൽ കർമ്മയോഗം ഈ വിചിത്രമായ അവസ്ഥയിൽ നിന്നും സമസ്ത പ്രപഞ്ചത്തെയും സംരക്ഷിക്കുന്നതാണ്. കർമ്മയോഗികൾ കർമ്മഫലങ്ങൾ പ്രതീക്ഷിക്കുന്ന മനസ്സാണ് പരിത്യജിക്കുന്നത്. കർമ്മങ്ങൾ അവർ പരിത്യജിക്കാറില്ല. അവർ ഈ പ്രപഞ്ചത്തിൽ തന്നെയാണ് വസിക്കുന്നത്. എന്നും ഒരു സന്യാസിയെ പോലെ എല്ലാ കർമ്മങ്ങളും അവർ നിർവഹിക്കുന്നു. ഒരിക്കലും അവയിലേക്ക് അവർ ലയിച്ചു പോകാറില്ല. കർമ്മയോഗികൾ സ്വന്തം സന്താനങ്ങളിൽ നിന്നും, സ്വജനങ്ങളിൽ നിന്നും, സ്വന്തം പ്രജകളിൽ നിന്നും യാതൊന്നും പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ല. സ്വയം അദ്ദേഹത്തിന് സന്യാസത്തിന്റെ നേട്ടമുണ്ടാകുന്നു. എന്നാൽ സമൂഹത്തിന് ലൗകികപരമായ നേട്ടങ്ങൾ പ്രദാനം ചെയ്യുന്നു. മനുഷ്യരവരുടെ സന്താനങ്ങളുടെ സൗഖ്യത്തിനു വേണ്ടി പ്രയത്നിക്കുന്നത് സ്വാഭാവികമാണ് മാധവ.
അപ്പോൾ സന്താനങ്ങളിൽ നിന്ന് സുഖം പ്രതീക്ഷിക്കാതിരിക്കുന്നത് എങ്ങനെ? മനുഷ്യർ സ്വന്തം സന്താനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെല്ലാം വെറും വ്യാപാരമാണോ അതോ സ്നേഹമാണോ പാർത്ഥ? സ്നേഹം കൊണ്ടാണ് മാധവ. എങ്കിൽ പിന്നെ സ്വന്തം പ്രവൃത്തികൾക്കുള്ള ഫലം ഇച്ഛിക്കുന്നത് എന്തിനാണ് പാർത്ഥ? ഭാവിയിലെ ലാഭത്തെക്കുറിച്ച് വ്യാപാരങ്ങളിൽ മാത്രമാണ് ചിന്തിക്കുന്നത്, സ്നേഹത്തിലല്ല പാർത്ഥ. ഒരു വ്യക്തി സ്വന്തം സന്താനങ്ങളുടെ സ്വഭാവ രൂപീകരണം ഉചിതമായ രീതിയിൽ നിർവഹിക്കുന്നുവെങ്കിൽ, സന്താനങ്ങൾക്ക് സ്നേഹവും ധാർമ്മികമായ സംസ്കാരവും നൽകുന്നുവെങ്കിൽ, ആ സന്താനങ്ങൾ സ്വന്തം പിതാവിന് സ്നേഹവും സംരക്ഷണവും നൽകുമെന്നത് നിശ്ചയമാണ്. സന്താനങ്ങളുടെ കർമ്മങ്ങളും സ്വജനങ്ങളുടെ പെരുമാറ്റവുമെല്ലാം അവരവരുടെ തന്നെ കർമ്മങ്ങളായിരിക്കും. അവരുടെ കർമ്മങ്ങളിൽ നമുക്ക് യാതൊരു അധികാരവും ഇല്ലാത്തൊരവസ്ഥയിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇതേക്കുറിച്ച് ഗാഢമായി ചിന്തിക്കുകയാണെങ്കിൽ പാർത്ഥ, ശീഘ്രം ഒരു കാര്യം അറിയുവാൻ സാധിക്കും. നമ്മുടെ ഈ ഹ്രസ്വമായ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും പ്രതീക്ഷയോ ആഗ്രഹമോ അർപ്പിക്കേണ്ടതിന്റെ അനിവാര്യതയില്ല പാർത്ഥ. ഈ സൃഷ്ടി തന്നെ പരമാത്മാവാണെങ്കിൽ, മനുഷ്യർ സാക്ഷാൽ പരമാത്മാവിന്റെ അംശവുമാണെങ്കിൽ, സമസ്ത കാര്യങ്ങളും പരമാത്മാവ് തന്നെയാണ് നിർവഹിക്കുന്നത്. മനുഷ്യർ സ്വയം യാതൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇതാണ് കർമ്മയോഗത്തിന്റെ മൂല സിദ്ധാന്തം പാർത്ഥ. നീയും ഇപ്പോൾ കർമ്മയോഗിയായി മാറിക്കൊണ്ട് ഈ യുദ്ധം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പാർത്ഥ. ത്രൈഗുണ്യ വിഷയാവേദ നിത്രൈഗുണ്യോ ഭവാർജുന, നിർദ്വന്ദ്വോ നിത്യസത്തസ്തോ നിർയോഗക്ഷേമ ആത്മവാ. 3 ഗുണങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് നിർഗുണനായി മാറിയാലും പാർത്ഥ, ഈ ദ്വന്ദ്വത്തിൽ നിന്നും മുക്തനായിത്തീരൂ. നിത്യസത്വസ്തോ എന്നതിന്റെ അർത്ഥം പരമാത്മാവിൽ മനസ്സ് സ്വയം സമർപ്പിച്ചുകൊണ്ട് നിന്റെ കർത്തവ്യങ്ങൾ മാത്രം പൂർത്തീകരിക്കൂ. ചിലത് പ്രാപ്തമാക്കുവാനുള്ള ഇച്ഛയും പ്രാപ്തമാക്കിയ ചിലതിനെ സംരക്ഷിക്കണമെന്നുള്ള നിന്റെ ചിന്തയും പരിത്യജിക്കൂ പാർത്ഥ. അങ്ങനെ സ്വന്തം ആത്മാവിനെ സ്വതന്ത്രമാക്കേണ്ടതാണ്. സ്മരണയിരിക്കട്ടെ പാർത്ഥ, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭുർ മാ തേ സംഗോസ്ത്വാ കർമ്മണി. നിനക്ക് കർമ്മം നിർവഹിക്കുവാനുള്ള അധികാരം മാത്രമാണുള്ളത്. ഫലം നിശ്ചയിക്കുന്നത് സാക്ഷാൽ ഈശ്വരനാണ്. അതിനാൽ കർമ്മത്തിൽ നിന്ന് അകന്നു പോകുന്നതും ഉചിതമല്ല. കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതോ പ്രതീക്ഷിക്കുന്നതോ പോലും ഉചിതമല്ല. ഫലത്തെ ത്യജിക്കുക തന്നെയാണ് വേണ്ടത്, എന്നാൽ കർമ്മത്തെ പരിത്യജിക്കുകയും അരുത്. അങ്ങനെയുള്ള ഒരു കർമ്മയോഗിയെ എങ്ങനെ അറിയുവാൻ കഴിയും മാധവ? വിഷയാ വിനിർത്ഥന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. അതേ പാർത്ഥ, സ്വാദിൽ നിന്നും അകലുവാൻ വേണ്ടി ഭോജനം തന്നെ ത്യജിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. വാസ്തവത്തിൽ അവരുടെ മനസ്സിൽ നിന്നും സ്വാദിനോടുള്ള ആഗ്രഹം ഒരിക്കലും അകലുന്നില്ല. അതിലൂടെ 2 തരം നാശം സംഭവിക്കുന്നു. ഒന്നാമത്തേത്, അവർ ദുർബലരായി മാറുന്നു. അതുകാരണം പരമാത്മാവിനെ പ്രാപ്തമാക്കുവാൻ അനിവാര്യമായി വരുന്ന പ്രയത്നം അവർക്ക് അസാധ്യമായി തീരുന്നു.